ഹലോ, വെൽക്കം ടു നിഷാസ് വേൾഡ് ബ്ലോഗ്സ്. നമ്മളിന്ന് നിഷാസ് വേൾഡ് ബ്ലോഗ്സിൽ നമ്മളിന്ന് ഒരു ട്രാവൽ എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ട്രാവൽ ബ്ലോഗായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊടികുത്തിമല എക്കോ ടൂറിസം. ഇവിടെ നമ്മളൊരു വാച്ച് ടവറിൻ്റെ മേലെ കയറിയിട്ട് അവിടുത്തെ ദൃശ്യം കാണാം. അതിനുവേണ്ടി കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ നമ്മൾ കൊടികുത്തിമല വാച്ച് ടവർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8 മണിക്കൊക്കെ വന്ന കാരണം ഇവിടെ കാലാവസ്ഥ കുഴപ്പമില്ല. വെയിലുണ്ടെങ്കിലും വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നമ്മൾ നടന്ന് ഒരു 3 കിലോമീറ്ററൊക്കെ നടന്നു വന്നിട്ടുണ്ടാവും. ഒരു ഹൈ റേഞ്ച് കയറുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്സിജൻ കുറയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അമ്മേ കിതയ്ക്കുന്നുണ്ട്. കയറിയിട്ടും കയറുന്നില്ല. കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കുന്നു, കൊടികുത്തിമല വാച്ച് ടവർ. പക്ഷേ ഫോണിൽ കൂടെ വാച്ച് ടവർ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം സൂര്യൻ്റെ വെളിച്ചം അടിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാം. ഇവിടെ എത്തിയപ്പോഴും കോടയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടികുത്തിമല കയറി വാച്ച് ടവറിൽ കയറി അതിൻ്റെ മേലെ കയറിയ ശേഷമുള്ള ദൃശ്യഭംഗികളെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരുന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മെല്ലെ ഇറങ്ങട്ടെ. ഇതുവരെ കയറി ക്ഷീണിച്ചു. ഇനി ഇറങ്ങി ക്ഷീണിക്കും എന്നുള്ളത് നോക്കാം. ഇറക്കം പക്ഷേ എനിക്ക് തോന്നുന്നത് വേഗം ഇറങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സ്പീഡിലാണെങ്കിൽ ഇറങ്ങാൻ പറ്റും. പക്ഷേ കയറുമ്പോൾ അത്ര സ്പീഡിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും എൻ്റെ ചെറിയ ഒരു ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. അതുപോലെ നിഷാസ് വേൾഡ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.